പ്രിയ സുഹൃത്തുക്കളെ, കലാസ്നേഹികളെ, ഈ ആഘോഷവേളയിൽ നിങ്ങൾക്ക് മുമ്പാകെ 2 രംഗങ്ങളായി ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഒരു സാമൂഹ്യ നാടകം. ആത്മരാഗങ്ങൾ. സംവിധാനം സംഗീത് പൊനത്തിൽ. കഥ പ്രിയ സംഗീത്. രചന സംഗീത് പൊനത്തിൽ, നിമിഷ ഷമീർ. സംഗീത സംവിധാനം വിജയ് രാംനാഥൻ. അഭിനേതാക്കൾ ബിജു, സിജോ, പ്രശാന്ത്, ലക്ഷ്മി, ജഗൻ, പ്രിയ, സംഗീത്, സോന, ഷൈൻ, സജി, രൂപ, ബീന. ശബ്ദം ബാലാജി ചന്ദ്രൻ, സുധാശിവൻ, പ്രശാന്ത്, സിജോ, ലക്ഷ്മി, ഷൈൻ, ബിന്ദു, സംഗീത്. കൂട്ടത്തിൽ മറ്റ് സഹായ സഹകരണങ്ങൾക്കായി നന്ദി രേഖപ്പെടുത്തുന്നു ഷമീർ മുഹമ്മദ്, നിമിഷ ഷമീർ, സുരേഷ് നായർ, വീണ വിജയ്, ബിന്ദു ബിനോയ്. ഇതോടൊപ്പം ഈ നാടകത്തിനു പുറകിൽ പ്രവർത്തിച്ചത് നമ്മുടെ സ്വന്തം മിനസോട്ട മലയാളികളാണെന്നുള്ളത് പ്രത്യേകം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. കഥ മുതൽ സൗണ്ട് എഡിറ്റിംഗ് ആൻഡ് മിക്സിംഗ് വരെ ചെയ്തവർ നമ്മൾ എന്നും കാണുന്നവരാണ്. ഒരുപാട് പ്രയത്നങ്ങൾക്ക് ശേഷമാണ് ഈ കൊച്ചു നാടകം നിങ്ങൾക്ക് മുൻപാകെ ഞങ്ങൾ ഇന്ന് അവതരിപ്പിക്കുന്നത്. എന്നിരുന്നാലും കൊച്ചു തെറ്റുകളും കുറവുകളും ഉണ്ടായേക്കാം. നിങ്ങൾ ഏവരുടെയും ക്ഷമയും ആശീർവാദവും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു ആത്മരാഗങ്ങൾ. നാടകം തുടങ്ങുന്നതിന് മുമ്പ് നാടകത്തെക്കുറിച്ചൊരൽപ്പം. പ്രമുഖരായ സുബ്ബുരാമസ്വാമിയും മമ്മൂട്ടി ഹാജിയാരും അവരുടെ കുടുംബാംഗങ്ങളുമൊക്കെയായി വസിക്കുന്ന ഒരു കൊച്ചു ഗ്രാമവും അവിടുത്തെ വിശേഷങ്ങളുമാണ് കഥാവിഷയം. ആദ്യ രംഗത്തിലൂടെ നിങ്ങളെ 2 ദശാബ്ദങ്ങൾ പുറകിലോട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ഭയങ്കര കാറ്റ്, വല്ലാത്ത കുളിരും. എത്ര നേരായി ഞാനിവിടെ ചുറ്റാൻ തുടങ്ങിയിട്ട്. നേരം സന്ധ്യയായി. ഈ മട എവിടെയാണാവോ? ആരെങ്കിലും ഒന്ന് കണ്ടിരുന്നെങ്കിൽ വഴി ചോദിക്കാമായിരുന്നു. ഒരു കിളവനാ വരുന്നെന്ന് തോന്നുന്നല്ലോ. കാരണവരെ, കാരണവരെ, ഒന്ന് നിക്കാമോ? ഒരു കാര്യം ചോദിക്കാനാ. എന്റെ പേര് പുരുഷൻ. ഞാനൊരു നോവലിസ്റ്റ് ആണ്. ഒന്ന് ചോദിച്ചോട്ടെ? എന്താ? നോവലിസ്റ്റ്. ഈ കഥ എഴുതുന്ന എന്നോട് എന്തിനാ നിൽക്കാൻ പറഞ്ഞത്? ഒരു സ്ഥലത്തേക്ക് വഴി ചോദിക്കാനായിരുന്നു. എങ്ങോട്ടാ? ഒരു മഠത്തേക്കാ. സുബ്രഹ്മണ്യ മഠം എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? സുബ്രഹ്മണ്യ മഠത്തേക്കാണോ വഴി ചോദിച്ചത്? എന്താ അവിടെ കാര്യം? നേരത്തെ പറഞ്ഞില്ലേ നോവലിസ്റ്റ് എന്ന്. ആ മഠത്തിനെ പറ്റി ഒരു കഥ എഴുതാനായിരുന്നു. ഞാൻ കേട്ടേക്കുന്നത് അതൊരു സുബ്രഹ്മണ്യ സ്വാമിയുടെ മഠമായിരുന്നു എന്നാണല്ലോ. ഇപ്പൊ അവിടെ ആരുമില്ലേ? ഇല്ല, അവിടെ ഇപ്പൊ ആരുമില്ല. അത് ശരി. അല്ല കാരണവരെ, ഞാൻ കേട്ടത് ഈ മഠത്തിൽ ശാന്തി കിട്ടാതെ അലഞ്ഞു നടക്കുന്ന ആത്മാക്കൾ ഉണ്ടെന്നാണല്ലോ. അത് ശരിയാണോ? തന്നോടാരാ അതൊക്കെ പറഞ്ഞത്? അത് പിന്നെ ഞാൻ പറഞ്ഞത് ശരിയാണോ? ശരിയാണല്ലേ? അതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയോ കാരണവർക്ക്? അറിയാം. അത് ഞാൻ പറഞ്ഞു തന്നാൽ കേൾക്കാനുള്ള കരുത്തുണ്ടാവോ തനിക്ക്? 10-20 വർഷം മുമ്പത്തെ കഥയാ. ഈ നാട്ടിലെ ഒരു പ്രമുഖനും പണക്കാരനുമായിരുന്നു സുബ്രഹ്മണ്യ മഠത്തിലെ സുബ്ബുരാമൻ. സുബ്ബുസ്വാമി എന്ന് അറിയപ്പെടും. അങ്ങേരുടെ ഭാര്യ സീതാലക്ഷ്മി സൗമ്യതയുടെയും ഐശ്വര്യത്തിന്റെയും
പ്രതീകമായിരുന്നു. അവരുടെ ഒരേ ഒരു മകൾ കോമളലക്ഷ്മി, അവൾ അതിസുന്ദരിയായിരുന്നു. അവരുടെ എല്ലാ സ്വത്തും അവൾക്കുള്ളതായിരുന്നു. ലാളിച്ചാണ് അവരവളെ വളർത്തിയത്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ആശാനെ. എല്ലാം നല്ല കാര്യങ്ങളായിരുന്നല്ലോ അവരുടെ ജീവിതത്തിൽ. ആയിരുന്നു. ഏതൊരു അച്ഛനമ്മമാർക്കും ഉള്ളതുപോലെ കോമളത്തെ നല്ല ഒരു ബ്രാഹ്മണ പയ്യനുമായി കല്യാണം കഴിപ്പിച്ചു കൊടുക്കണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ലല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. കോമള അവരുടെ കണക്കൂട്ടലൊക്കെ തെറ്റിച്ചു. അവൾ ഒരു മുസ്ലിം പയ്യനുമായി പ്രണയത്തിലായി. വേറെ ആരുമല്ല, അങ്ങാടിയിലെ ഒരു കച്ചവടക്കാരനും പണക്കാരനുമായ മമ്മൂട്ടി ഹാജിയാരുടെ ഒറ്റ മോൻ കുഞ്ഞിക്കാദർ. എന്നിട്ടോ? സുബ്ബുസ്വാമി അവരുടെ പ്രണയത്തെ പറ്റി അറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. അദ്ദേഹത്തിന് അതൊട്ടും സഹിച്ചില്ല. என்ன ஆச்சு? நம்ம குழந்தை எதுக்கு சும்மா திட்டுறாள்? நான் கேட்டதெல்லாம் சரியாக்குமா சொல்லு. ஐயோ, என்ன ஆச்சு? நீங்க எதுக்கு இப்படி கத்தறாள்? அவள்கிட்ட கேளு நீ லட்சு, அவள் என்ன பண்ணிருக்கான்னு. நம்ம குடும்பத்தையும் அவ அப்பா அம்மாவையும் அவமானப்படுத்திட்டு வந்து நிக்கிறாடி. உன்னோட இந்த பொன்னார மகள் ஒரு மாப்பிள பையனை போய் லவ் பண்ணி இருக்காடி. என்ன? ஆமா, நம்ம பலகார கடையில அம்பிசுவாமி தான் சொன்னா. ஐயோ, நான் சொன்னது சரியா கேட்கலையா? ஒரு முஸ்லிம் பையனை. ஐயோ சிவ சிவா, நீங்க சும்மா சொன்னதாக்கம். அந்த ஆள் பொய் சொல்லி இருப்பா. பொய்யொன்னும் இல்லடி, அவள்கிட்ட கேளு நீ. இது சத்தியமா பொய்யா? இப்பவே சொல்லுடி. அப்பா, அது சொல்லு கோந்தே, இதெல்லாம் வெறும் பொய்ன்னு சொல்லு. இல்ல அம்மா, அது ஐயோ, உனக்கு இப்படி பண்றதுக்கு எப்படி தைரியம் வந்தது? நம்ம குடும்பத்தை பத்தி ஆலோசிக்கலையா? ஒரு அந்நிய ஜாதிக்காரன் கூட உன்னோட கல்யாணம் வேண்டாமா? இது நம்ம சமாஜத்துல ஒத்து வராது. நீ இது செய்யக்கூடாது. அம்மா, உனக்கு இதெல்லாம் சொன்னா புரியாதுமா. ஆமாண்டி, எங்களுக்கு இதெல்லாம் மனசிலாகாது. என்ன இருந்தாலும் நான் உன்னை அந்த மாப்பிள்ளை பையனோட பழகிறதுக்கு சம்மதிக்கவே மாட்டேன். வாடி உள்ள. அம்மா, அப்பா விக்ரம், இப்படி பண்ணாதீங்கோ. അപ്പോ സുബ്ബുസ്വാമിക്ക് ശരിക്കും ദേഷ്യം വന്നല്ലേ? മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോ ആശാനെ, ഹാജിയാർക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലേ? കൊള്ളാം, പ്രശ്നം ഉണ്ടായെന്നോ? അവിടെ ഇതിനേക്കാൾ വലിയ പൂരമായിരുന്നു.